ആലപ്പുഴയിലെ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസുകാർക്ക് സസ്പെൻഷൻ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരായ അനിൽ, സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവർക്കെതിരെയാണ് നടപടി. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, പ്രതീക്ഷിച്ച നടപടിയായിരുന്നു, ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, നമ്മൾ പ്രതീക്ഷ നടപടിയാണ്. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ജിപിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും സസ്പെൻഷൻ തീരുമാനമായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓർഡർ തയ്യാറായിട്ടുണ്ട്. അത് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗൺമാൻ അനിൽകുമാർ, അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ്, മറ്റു പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും ഇതുകൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിപ്പോ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. ഇനി സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താമെന്നാണ് ഈ SI തലവനായിട്ടുള്ള ഷൗക്കത്ത് അലി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. സ്വാഭാവികമായും ഈ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാമ്യം ലഭിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ വരികയും ചെയ്യും. വധശ്രമം തലയ്ക്കടിക്കുക എന്ന് പറഞ്ഞ വധശ്രമം വകുപ്പ് ചുമത്താവുന്നതാണ്. വധശ്രമം ചുമത്തിക്കഴിഞ്ഞാൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെങ്കിൽ മാത്രമാണ് അറസ്റ്റിലായാലും ജാമ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജാമ്യം ലഭിക്കാതെ റിമാൻഡിലായി പോകാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ സംഘത്തിലുണ്ടായിരുന്ന 5 പേരിൽ 4 പേരും അവരവരുടെ യൂണിറ്റുകളിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ളത് ഗൺമാനായിട്ടുള്ള അനിൽകുമാറാണ്. സസ്പെൻഷൻ നടപടി വന്നതോടുകൂടി പിണറായി വിജയന്റെ സ്റ്റാഫിൽ നിന്ന് അദ്ദേഹത്തിനും ഒഴിവാവേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാകുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയതിന് പിന്നാലെ മറ്റ് യൂണിറ്റുകളിലേക്ക് പോയിരുന്നു. സന്ദീപാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് പോയത്. മറ്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരവരുടെ യൂണിറ്റുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ സസ്പെൻഷൻ വന്ന സാഹചര്യത്തിൽ ഇവർക്ക് ജോലിക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗം, ഈ മന്ത്രിസഭ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യം എടുത്ത മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച ആ സംഭവത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് SP ഷൗക്കത്ത് അലിയാണ് നിയമിക്കുകയും ചെയ്തിരുന്നത്. ഷൗക്കത്ത് അലി ഈ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ജയ്ഹിന്ദ് ടിവിയുടെ ക്യാമറമാൻ ജോജിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. പിന്നീട് മർദ്ദനത്തിനിരയായിട്ടുള്ള ഇപ്പോഴത്തെ ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അജയ് ജുവൽ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇനി അറിയേണ്ടത് അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഇനി ഇവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ അറിയാം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവർ അറസ്റ്റിലാക്കപ്പെടാനും അതോടൊപ്പം തന്നെ ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ പോകുന്ന സാഹചര്യത്തിലേക്കും ജയിലിലേക്ക് തന്നെ പോകുന്ന സാഹചര്യത്തിലേക്കുമാണ് വഴി തുറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജോ, ഇതിപ്പോൾ ഒരു പ്രാഥമിക നടപടി മാത്രമാണ്. ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നു, അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഒരു അതിവേഗത്തിലുള്ള ഒരു നടപടി മാത്രമാണ് ഇത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച നീക്കങ്ങൾ, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഒരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കും. സ്വാഭാവികമായും കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. സിജോ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഈ സസ്പെൻഷനൊന്നും ഒതുങ്ങുന്നതല്ല ഈ നടപടി എന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ? സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രാഥമികമായ നടപടി എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ വെച്ച് പറയാൻ പറ്റുള്ളൂ. ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇത്തരം അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അത് ഒരു ആദ്യത്തെ നടപടി എന്ന നിലയിലാണ്. ഇനിയുള്ള നീക്കങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIRൽ വളരെ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതാണെങ്കിൽ ഈ പറയുന്നത് പോലെ ജാമ്യം ലഭിക്കാവുന്ന മറ്റു കാര്യങ്ങളിലേക്കാണ് പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുമെന്നുള്ള യാതൊരു സംശയമില്ല. ഇന്നലെ
DGP രവാഡ ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവർ അറസ്റ്റാക്കപ്പെടാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടാനും ജയിലിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇനിയാണ് ഇത് ഈ 5 പേർക്കെതിരെയുള്ള നടപടി. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണമാണ്. അതിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിർണായകമായ ചില തെളിവുകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ ADGPയും മുൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയുമായ MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിക്കുന്നതിന് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നാണ് ആ കേസ് അന്വേഷിച്ചിരുന്ന DYSP നൽകിയിരിക്കുന്ന മൊഴി. തിരുവനന്തപുരത്തേക്ക് ഈ സംഘത്തെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി എത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത്. അതിനുശേഷം ഈ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കേണ്ട റഫർ റിപ്പോർട്ട് ADGPയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കുന്നു. തുടർന്ന് ഈ അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. അങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴാണ് ADGPയുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉൾപ്പെടെയുള്ള അവർക്കെതിരെയുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.